എന്താണ് കുറച്ച് MCQs ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ച ഏരിയയിൽ നിന്ന് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങളൊന്ന് പെട്ടെന്ന് ആൻസർ പറയണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പുതിയ ISLM മോഡൽ ഇന്ന് നമ്മൾ പഠിക്കും. അപ്പോ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സെഷനിലേക്ക് പോകാം. ഓക്കെ, ഈ ക്വസ്റ്റിന് ആൻസർ പറഞ്ഞ പിള്ളേരെ ചാറ്റിൽ ടൈപ്പ് ചെയ്ത് പറഞ്ഞാൽ മതിയേ. ചാറ്റിലൊന്ന് ടൈപ്പ് ചെയ്ത് ആൻസർ പറഞ്ഞേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് മാക്രോ എക്കണോമിക് അഗ്രിഗേറ്റ്. നമ്മളിത് പഠിച്ചാട്ടോ. ഒരാൾക്ക് ആൻസർ ഉള്ളോ? രണ്ടുപേരും പറയുള്ളോ? ഓക്കെ 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 ഓക്കെ, പോരട്ടെ ഇങ്ങോട്ട്, പവറിങ് പോരട്ടെ. ഓക്കെ, അപ്പോ നിങ്ങൾ എല്ലാവരും പറയുന്ന ആൻസർ ഡി ആണോ? ആൻസർ ഡി ആണോ നോക്കാം. ആൻസർ ഡി ആണോ? യെസ്, ഫാംസ് പ്രോഫിറ്റ് ആണ് കേട്ടോ. ഇതെന്താ പറയുന്നത്, ഇതിനകത്ത് മാക്രോ എക്കണോമിക് അഗ്രിഗേറ്റ് അല്ലാത്ത ഏതാണ്? GDP, ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റ്, ഇതെല്ലാം എന്താണ്? മാക്രോ എക്കണോമിക് അഗ്രിഗേറ്റ് ആണ്. പക്ഷെ ഫാംസ് പ്രോഫിറ്റ് എന്ന് പറയുന്നതോ അത് ഇൻഡിവിജ്വൽ ഫേമിന്റെ കാര്യത്തിലാണ്. അത് മൈക്രോ എക്കണോമിക് അഗ്രിഗേറ്റ്. ഓക്കെ, who on the following is considered as classical economist? ഇതിനകത്ത് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആരാണ്? നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആരാണ് എന്ന് പറഞ്ഞേ. ഇപ്പൊ എല്ലാവരും പറയുന്ന ആൻസർ എന്ന് പറയുന്നത് ബി ആണ് അല്ലെ? നോക്കാം നമുക്ക്. യെസ്, ബി ആണ് കേട്ടോ. ആദം സ്മിത്താണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ബുക്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത് കെയ്നീഷ്യൻ റെവല്യൂഷൻ? കെയ്നീഷ്യൻ റെവല്യൂഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ബുക്ക് ഏതാ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് MCQs എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി ആണ് എല്ലാവരും പറയുന്നത് അല്ലെ? ഓപ്ഷൻ ബി. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് ഉത്തരം പറയുന്ന കേൾക്കുമ്പോൾ. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ എക്കണോമിക്സ്, വാട്ട് ഡിറ്റർമൈൻസ് ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്? അതായത് ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ പ്രകാരം എന്താണ് ഔട്ട്പുട്ടും എംപ്ലോയ്മെന്റും തീരുമാനിക്കുക? ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താ? ഒരു സൈഡ് ഇടാ. ഏതാ പറഞ്ഞേ? എ അഗ്രിഗേറ്റ് ഡിമാൻഡ്, ബി അഗ്രിഗേറ്റ് സപ്ലൈ, എന്താണ് ഗവൺമെന്റ് സ്പെൻഡിങ്, കൺസ്യൂമർ കോൺഫിഡൻസ്. രണ്ടുപേർക്ക് ഉത്തരം പറയാൻ ധൈര്യമുള്ളോ? ഇത് പറഞ്ഞുള്ളേരെ. യെസ്, പോരട്ടെ. ആൻസർ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ്. അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ വാട്ട് ഡിറ്റർമൈൻസ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്? ഔട്ട്പുട്ട് എംപ്ലോയ്മെന്റ് തീരുമാനിക്കുന്നത് എന്താണ്? അഗ്രിഗേറ്റ് സപ്ലൈ ആട്ടോ. ആൻസർ തെറ്റാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ തെറ്റാണ്. അഗ്രിഗേറ്റ് സപ്ലൈ. സപ്ലൈ ഡിറ്റർമൈൻസ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ് എന്നല്ലേ പറയുക. ഇനി വിച്ച് ലോസ് സപ്ലൈ ക്രിയേറ്റ്സ് ഇറ്റ്സ് ഓൺ ഡിമാൻഡ്? എന്താ, ഏത് ലോയാ അത് പറഞ്ഞേ? സെയിൽസ് ലോ. എല്ലാവരും പറയുന്നുണ്ടല്ലോ ആൻസർ സെയിൽസ് ലോ ആണ്. എനിക്കിത് കാണാൻ പറ്റുന്നുണ്ടോ? സെയിൽസ് ലോ വളരെ ചെറുതാക്കിയല്ലേ? ഓ, വലുതായില്ലേ? ഓക്കെ, വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് കെയ്നീഷ്യൻ? കെയ്നീഷ്യൻ എക്കണോമിക്സിന്റെ പ്രൈമറി ഫോക്കസ് എന്തായിരുന്നു? കെയ്ൻസ് എന്താ പറഞ്ഞേ? ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നുണ്ട്. ആരാ ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞോ? ആരാ ഇങ്ങനത്തെ? ഓക്കെ, അഞ്ജന ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് ഡിമാൻഡ് സൈഡ് എക്കണോമിക്സ് ആണ്. ശരിയാണല്ലോ? ഡിമാൻഡ് സൈഡ് എക്കണോമിക്സ് ആണ് കേട്ടോ. കെയ്ൻസ് പറയുന്നത് ഡിമാൻഡ് സൈഡ്. അത് ആൻസേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. സ്ലൈഡ് അറേഞ്ച് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്. ഡിമാൻഡ് സൈഡ് എക്കണോമിക്സ് ആണ് കെയ്ൻസ് പറയുന്നത്.
According to Keynes, what should be governed during an economic downturn? അതായത് ഒരു സാമ്പത്തിക പ്രശ്നം വരുമ്പോ എന്തായിരിക്കണം, ഗവൺമെന്റ് എന്താ ചെയ്യണ്ടേ? ഒന്ന്, സ്പെൻഡിങ് കുറക്കണം, ഗവൺമെന്റ് ചെലവ് ചുരുക്കിയിട്ട് ഗവൺമെന്റ് രക്ഷപ്പെടാൻ നോക്കണം. അല്ലെങ്കിൽ എന്താണ്, സ്പെൻഡിങ് കൂട്ടണം, ഗവൺമെന്റ് ചെലവുകൾ കൂട്ടണം. രണ്ട്, സി പറയുന്നുണ്ട് ബാലൻസ്ഡ് ബഡ്ജറ്റ് ആയിരിക്കണം. ഒന്നും ചെയ്യണ്ട, അത് അതുപോലെ അങ്ങ് പോയാൽ. ഡു നത്തിങ്, ഒരു പരിപാടിക്ക് പോലെ ഗവൺമെന്റ് വഴിക്ക് പോകണം. ഏതാ, എന്ത് പരിപാടിയാ ചെയ്യണ്ടേ? ഓക്കെ, ആൻസർ തെറ്റും കേട്ടാ. എല്ലാവരും ഓരോരുത്തരും പറഞ്ഞേ ആൻസർ ഏതാണ്? ഇത്ര ആൻസർ പറയാനുള്ളോ? ഈ ആൻസർ എന്ന് പറയുന്നത് ഇൻക്രീസിങ് സ്പെൻഡിങ് ആണ് കേട്ടോ. അതായത് സ്പെൻഡിങ് കൂട്ടുക, ഗവൺമെന്റ് എന്ത് ചെയ്യണം, ഗവൺമെന്റ് ചെലവ് കൂട്ടണം, ഗവൺമെന്റ് എക്കോണമിയിലേക്ക് എന്താണ് ചെലവ് കൂട്ടണം. കെയ്ൻസ് പറയുന്നത് എന്താണെന്നറിയാമോ? അതായത് കെയ്ൻസ് പറയുന്നത് നിങ്ങൾ ഉള്ള റോഡുകൾ കുത്തിപ്പൊളിച്ചിട്ട് എന്ത് ചെയ്യണം, ആ റോഡ് വീണ്ടും പണിയണം. അപ്പൊ എന്ത് ചെയ്യാം, കൂടുതലായിട്ട് ആളുകൾക്ക് അവിടെ ജോലി ചെയ്യാൻ സാധിക്കും. അതുവഴി കൂടുതൽ എക്കോണമിക് ആക്ടിവിറ്റീസ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഇതാണ് കെയ്ൻസ് പറയുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോമിനൽ GDP ആൻഡ് റിയൽ GDP? പറഞ്ഞേ. Nominal GDP is adjusted for inflation while real GDP is not. Real GDP is adjusted for inflation while nominal GDP is not. Nominal GDP includes imports while real GDP does not. Real GDP includes imports while nominal GDP does not. എന്താ നമ്മുടെ നോമിനൽ GDP റിയൽ GDP നമ്മളുടെ ഡിഫറൻസ് ഒക്കെ പറഞ്ഞതാ. എന്താണ് പറഞ്ഞേ? ആൻസർ ഏതാണ്? ABCD. വായിക്കാൻ പറ്റാത്ത വല്ലവരും ഉണ്ടാ? വായിക്കാൻ പറ്റും എന്ന് തോന്നുന്നു, കാരണം എന്റെ ഫോണിൽ വായിക്കാൻ പറ്റും. പറഞ്ഞ പിള്ളേരെ ആൻസർ പറഞ്ഞേ. ഇതുവരെ ആൻസർ പറഞ്ഞവരൊക്കെ മുങ്ങിയ കേൾക്കാൻ പറ്റില്ലേ? ഓഡിബിൾ അല്ലേ? യെസ് സാർ. സ്ലൈഡ് കാണത്തില്ലേ? കാണാലോ. സ്ലൈഡ് കാണത്തില്ല എന്ന് വേറെ ആർക്കെങ്കിലും പരാതിയിട്ട് കാണാവോ? ബാക്കിയുള്ളവരൊന്ന് റിപ്ലൈ ചെയ്യോ? കാണുന്നില്ല സർ. സ്ലൈഡ് കൊണ്ട് അയ്യോ സൗണ്ട് എനിക്ക് കേൾക്കത്തില്ല കേട്ടോ. ഒന്ന് പറയോ? കാണാൻ പറ്റുന്നുണ്ടോ? വെയിറ്റ്, പറഞ്ഞോ. കാണാം സാർ. ഒരാൾക്ക് കാണുന്നില്ല. ഗ്രീഷ്മ കുഞ്ഞുമോൻ, എന്താണ് ഇനി സൈസിന്റെ വല്ല പ്രശ്നമാണോ? കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ പ്രീജ പറയുന്നുണ്ട് കാണാമെന്ന്, കുഴപ്പമൊന്നുമില്ല എന്ന്. ഓക്കെ, അപ്പൊ എന്താണ് സ്ലൈഡിന്റെ ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്റെ ആൻസർ പറഞ്ഞേ. കാണാമെങ്കിൽ ആൻസർ പറയൂ. കാണാമെങ്കിൽ ആൻസർ പറയൂ. ഇതായിട്ട് ആൻസർ നിങ്ങൾ നോക്കുക. റിയൽ GDP is adjusted for inflation while nominal GDP is not. അതായത് നോമിനൽ GDP എന്ന് പറയുന്നത് എന്താണ്? നോമിനൽ GDP എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വർഷവും എടുക്കുന്ന സാധാരണ നമ്മുടെ മാർക്കറ്റ് പ്രൈസിലുള്ള GDP ആണ്. ഓക്കെ, റിയൽ GDP എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേസ് ഇയർ വെച്ചിട്ട് ആ ബേസ് ഇയറിൽ വെച്ച് എത്രമാത്രം പ്രൈസ് റൈസ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്നതിനെയാണ്. ഓക്കെ, അതായത് റിയൽ GDP എന്ന് വെച്ച് കഴിഞ്ഞാല് അതെന്താണ്? അഡ്ജസ്റ്റഡ് ഫോർ ഇൻഫ്ലേഷൻ. അതായത് ഇൻഫ്ലേഷനെ അഡ്ജസ്റ്റ് ചെയ്ത GDP ഫിഗറിനെയാണ് എന്തെന്ന് പറയാ? റിയൽ GDP എന്ന് പറയുന്നത്. ഓക്കെ, നീ മറന്നു പോകരുത് കേട്ടോ. Which of the following is not a measure of inflation? Consumer price index, producer price index, GDP deflator, unemployment rate. ഇതിനകത്ത് ഏതാണ് ഒരു ഇൻഫ്ലേഷൻ മെഷർ അല്ലാത്തത്? ആൻസർ പറഞ്ഞു പിള്ളേരെ. ഓക്കെ, അഞ്ജന, രമ്യ. ഓക്കെ, ഇവർ രണ്ടുപേരും ഉത്തരം പറയത്തുള്ളോ? ബാക്കിയുള്ള സ്ലൈഡ് കാണുന്നില്ലല്ലോ സർ. ഉത്തരം പറയൂ. ഒരു സെക്കൻഡ്,
സംസാരിക്കുന്ന ആൾ ഒരു സെക്കൻഡേ. ആ സ്ലൈഡ് കാണത്തില്ലേ? ഇല്ല. ഓക്കെ, എന്താ ചെയ്യാ നോക്കാം. ഒന്നും കൂടെ ഷെയർ ചെയ്യാം. ഇപ്പൊ കാണാവോ? രാശി പറയുന്നുണ്ട്. ഇപ്പൊ കാണാമോ? ഒന്ന് പറയൂ, ഇപ്പൊ കാണാമോ? കാണാമോ? കാണാമെങ്കിൽ ഒരു എസ് ഇടുവോ? സ്ലൈഡ് കാണാമോ? ഒരു എസ് കാണത്തില്ലെങ്കിൽ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്ലൈഡ് കാണാം, നോ ഇഷ്യൂസ്. അപ്പൊ നമുക്ക് എന്താ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ. ഓക്കെ, എന്താണ് ഇതൊക്കെ ഫോളോയിങ് ഇസ് നോട്ട് എ മെഷർ ഓഫ് ഇൻഫ്ലേഷൻ. നിങ്ങൾ കുറെ പേര് പറയുന്ന ഓപ്ഷൻ ഡി ആണ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ് കേട്ടോ. ഇത് ഇൻഫ്ലേഷൻ മെഷർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊക്കെ ഫോളോയിങ് ഇസ് നോട്ട് കമ്പോണന്റ് ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിന്റെ കമ്പോണന്റ് അല്ലാത്ത ഏതാണ്? കോമ്പൻസേഷൻ ഓഫ് എംപ്ലോയീസ്, കോർപ്പറേറ്റ് പ്രോഫിറ്റ്, റെന്റൽ ഇൻകം ഓഫ് പേഴ്സൺസ്, ഗവൺമെന്റ് സ്പെൻഡിങ്. ഇതിനകത്ത് ഏതാണ് നാഷണൽ ഇൻകം? നിങ്ങൾ നാഷണൽ ഇൻകം പഠിച്ചല്ലേ? നാഷണൽ ഇൻകത്തിന്റെ കമ്പോണന്റ് അല്ലാത്ത ഏതാണ്? നാഷണൽ ഇൻകത്തിന്റെ കമ്പോണന്റ് അല്ലാത്ത ഏതാണ്? ഓപ്ഷൻ ഡി ആ പറയുന്നത് അല്ലെ, ഗവൺമെന്റ് സ്പെൻഡിങ് ആണ് കേട്ടോ. ഗവൺമെന്റ് സ്പെൻഡിങ് നാഷണൽ ഇൻകത്തിന്റെ കമ്പോണന്റ് അല്ല. നിങ്ങൾ അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഉണ്ടാവണം. ഓക്കെ, വാട്ട് ഈസ് ദ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് പറഞ്ഞേ, വാട്ട് ഈസ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം? ഇൻകം റിസീവ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ഫ്രം ഓൾ സോഴ്സസ്. എല്ലാ സോഴ്സിൽ നിന്നും കിട്ടുന്ന വരുമാനമാണോ? ഇൻകം അവൈലബിൾ ഫോർ കൺസംപ്ഷൻ ആഫ്റ്റർ പേയിങ് പേഴ്സണൽ ടാക്സ്. അടച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇൻകം ഏൺഡ് ബൈ ഇൻഡിവിജ്വൽസ് ബിഫോർ പേ. ടാക്സിന് അടയ്ക്കുന്നതിന് മുന്നേ ഉള്ളത് ഇൻകം ഏൺഡ് ബൈ ഇൻഡിവിജ്വൽസ് ഫ്രം ദെയർ ഇൻവെസ്റ്റ്മെന്റ്സ്. ഓക്കെ, അതായത് ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സ് ഒക്കെ അടച്ചു കഴിഞ്ഞിട്ടുള്ള വരുമാനത്തിനെയാണ് എന്താ ഇൻകം, പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. ഗുഡ്. ഹൗ ഇസ് പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റഡ്? പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നേ? ഹൗ ഈസ് പെർ ക്യാപിറ്റ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ്? യെസ്, ഓപ്ഷൻ ഡി, നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. ഇതാണ് എന്ത്? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി which of the following is not a macroeconomic problem? ഇതിനകത്ത് മാക്രോ എക്കണോമിക് പ്രോബ്ലം അല്ലാത്തത് എന്താണ്? ഹൈ അൺഎംപ്ലോയ്മെന്റ്, ഹൈ ഇൻഫ്ലേഷൻ, ലോ എക്കണോമിക് ഗ്രോത്ത്, സിംഗിൾ ഫേംസ് ലോ പ്രോഫിറ്റ്. ഓപ്ഷൻ എ ആരോ പറഞ്ഞല്ലോ, അതെന്നാ അബദ്ധം പറ്റിയതാണോ? അഞ്ജന, എന്താ പറ്റി? ഓക്കെ, അഞ്ജന വീണ്ടും തിരുത്തിയിട്ടുണ്ട്. പിന്നെ ആരാ എ പറഞ്ഞേ? നീ ആരും പറഞ്ഞിട്ടില്ല അല്ലെ? പിന്നീട് ആരും എ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ ആൻസർ? സിംഗിൾ ഫേംസ് ലോ പ്രോഫിറ്റ് ആണ് കേട്ടോ. നമ്മൾ സിംഗിൾ ഫേമിന്റെ ലോ പ്രോഫിറ്റ് ഒക്കെ പറയുന്നത് എവിടെയാ? മൈക്രോ എക്കണോമിക്സിലാണ്. അത് നിങ്ങൾ മറന്നു പോകാതെ നോക്കിക്കോണം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് മാക്രോ എക്കണോമിക് അഗ്രിഗേറ്റ്സ്? മാക്രോ എക്കണോമിക് അഗ്രിഗേറ്റ്സിന്റെ റോൾ എന്താണ്?
എന്താണ് മാക്രോ എക്കണോമിക് അഗ്രിഗേറ്റ്സ് എന്ന് 2 ക്ലാസ്സുകളായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള എന്താ മാക്രോ എക്കണോമിക് അഗ്രിഗേറ്റ്സ്, എന്താ എന്തിനാ അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മള് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാ അല്ലെ. ടു കൺഫ്യൂസ് എക്കണോമിക്സുകളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയാണോ? ടു മേക്ക് എക്കണോമിക് അനാലിസിസ് മോർ കോംപ്ലിക്കേറ്റഡ്, ടു അണ്ടർസ്റ്റാൻഡ് ദ ഹെൽത്ത് ഓഫ് എക്കോണമി ആസ് എ ഹോൾ, ടു പ്രെഡിക്റ്റ് ഇൻഡിവിജ്വൽ. ഓക്കെ, നിങ്ങൾ എല്ലാവരും പറയുന്ന ഓപ്ഷൻ സി ആണ്. യെസ്, എക്കോണമിയുടെ ഹെൽത്തിനെ പറ്റി മൊത്തമായിട്ട് അറിയാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് മാക്രോ എക്കണോമിക് അഗ്രിഗേറ്റ്സ് പഠിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ മെഷർ? ഇതിനകത്ത് ഇൻഫ്ലേഷൻ മെഷർ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GDP ഡിഫ്ലേറ്റർ, ഇതിനകത്ത് ഏതാണ് എന്ത് ഇൻഫ്ലേഷൻ മെഷർ അല്ലാത്തത്? ഒരാൾക്ക് ആൻസർ ഉള്ളോ? ഒരാൾക്ക് ആൻസർ ഉള്ള? ഓക്കെ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. നമുക്ക് തോന്നും ഇതിന്റെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും GDP വളരെ സിമ്പിൾ ആയിട്ടുള്ള GDP ഒന്നും ഒരിക്കലും ചോദിച്ചിട്ടില്ല എന്ന് തോന്നും. പക്ഷെ നമ്മൾ ഈ എക്സാം പ്രഷറിലിരിക്കുമ്പോ ഇത്തരം ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ, നമ്മൾ നോർമൽ സ്റ്റേറ്റിലല്ല എക്സാം എഴുതാം. നമ്മൾ ആരും നോർമൽ ബുദ്ധിയോട് കൂടിയല്ല എക്സാം കണ്ടീഷനിൽ പോകുക. അതൊരു വലിയ സത്യമാണ്. നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, എനിവേ സ്ഥിരമായിട്ട് എക്സാം എഴുതുന്നുള്ളത് കൊണ്ട് ഞാൻ പറയണം, എന്റെ ഒരു അനുഭവം വെച്ച് കഴിഞ്ഞാല് സാധാരണ മനുഷ്യന്മാരാരും നോർമൽ ബുദ്ധിയോടുകൂടിയല്ല എക്സാമിൽ പോവുക. സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തവരും കേട്ടോ. അല്ലാതെ എക്സാം വെറുതെ പോയി എഴുതുന്നവര് അവർക്ക് അബ്നോർമൽ ബുദ്ധിയായിരിക്കും. അത് പറയാൻ പറ്റും, അത് വേറെ കാര്യം. അതല്ല നമ്മൾ പറയും. സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു എക്സാമിന് പോവുകയാണ്, ഒരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിന് പോകുന്ന ഒരാള്, പ്രത്യേകിച്ച് ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന ഒരു എക്സാമിന് പോകുമ്പോൾ നമുക്ക് അതിൻ്റെതായ പ്രഷറുകളുണ്ട്. ഓക്കെ, അപ്പോ ജോലി ആവശ്യമുള്ളവരാണ്, ചിലപ്പോ എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളതാണ്. അപ്പൊ ഇത് കിട്ടിയാലേ പറ്റൂ എന്ന നിലയിലൊക്കെ ആളുകൾ പോയിട്ട് എക്സാം എഴുതുക. അപ്പൊ ആ പ്രഷറോട് കൂടി നമ്മൾ പോകുമ്പോൾ നമുക്കറിയാലോ, നമുക്ക് ബേസിക് നമ്മുടെ സയൻസ് എന്താണ്, നമുക്ക് പ്രഷർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും, BP കൂടും. BP കൂടിക്കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? നമ്മുടെ നമ്മുടെ ബോഡി അബ്നോർമൽ ആയിട്ട് വർക്ക് ചെയ്യണം, കൂടുതൽ മെറ്റബോളിസം നടക്കണം. അപ്പൊ മെറ്റബോളിസം നടക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് പ്രവർത്തിക്കാനുള്ള എനർജി കുറയും. ഓക്കെ, കാരണം ബാക്കി പ്രഷർ കൂടുന്നതനുസരിച്ച് നമുക്ക് എന്താണ്, പ്രഷർ പമ്പിങ് നടക്കണം. ഓക്കെ, അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എനർജി കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ എനർജി കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ GDP ഒക്കെ ഇവിടെ കണ്ടു കഴിയുമ്പോൾ ആ GDP ഒരു ഇൻഫ്ലേഷൻ മെഷർ ആണെന്നൊക്കെ നമുക്ക് തോന്നും. ഓക്കെ, അപ്പൊ അത്തരം സാഹചര്യത്തെ നമുക്ക് ഓവർകം ചെയ്യാൻ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എന്ത് ചെയ്യുക, റൗണ്ട് റീഡിങ് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന സെഷൻസിലൊക്കെ എന്റെ ടൈം പോലെ ഞാൻ റൗണ്ട് റീഡിങ് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നോളാം. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. കോമ്പറ്റീറ്റീവ് എക്സാംസിന് യൂഷ്വലി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടെക്നിക്ക് ഓഫ് അപ്രോച്ച് ആണ്, ഓർ ഇറ്റ്സ് ആൻ അപ്രോച്ച് ടു എക്സാം ആണ്. എനിക്ക് എന്താ റൗണ്ട് റീഡിങ് എന്ന് പറയുന്നത്, വളരെ നന്നായിട്ട് പോയി കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് റൗണ്ട് റീഡിങ് ചെയ്യുന്ന ഒരാൾക്ക് ആദ്യത്തെ സമയത്ത് നല്ല പ്രശ്നം ഉണ്ടാവും, എല്ലാവരെയും പോലെ ഉണ്ടാവും. പക്ഷേ ഒരു റൗണ്ട് റീഡിങ് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾക്ക് ആഫ്റ്റർ പർട്ടിക്കുലർ ടൈം, ഓക്കെ, നമുക്ക് എന്താണ് ഒരു വിത്തിൻ 45 മിനിറ്റ്സ്, ഓക്കെ, വിത്തിൻ 45 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് വരികയും നമ്മുടെ സാധാ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ എല്ലാ എക്സാമും എല്ലാ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യുന്ന, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസും അറിയില്ലാത്ത ക്വസ്റ്റ്യൻസ് പോലും നമ്മൾ കൃത്യമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് ക്രാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നോളാം. സമയവും സാഹചര്യവും ഒക്കെ കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നോളാം. ഓക്കെ, എനിക്ക് നമ്മൾ ഇത്രയും കാര്യങ്ങളിലൂടെ പറഞ്ഞത് പ്രഷറിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, GDPയുടെ കേസ് കണ്ടപ്പോഴാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഫോക്കസ് ഓഫ് ക്ലാസിക്കൽ എക്കണോമിക്സ്? ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ ഫോക്കസ് എന്താണ്? റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ദ എക്കോണമി, ഇമ്പോർട്ടൻസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, സെൽഫ് റെഗുലേറ്റിംഗ് നേച്ചർ ഓഫ് മാർക്കറ്റ്സ്, കോസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, എല്ലാവരും പറയുന്നത് എന്താണ്? ഓക്കെ, ദ കോസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, അതാണ് എന്താ ക്ലാസിക്കൽ എക്കണോമിക്സ്. അല്ല, സെൽഫ് റെഗുലേറ്റിംഗ് നേച്ചർ ഓഫ് മാർക്കറ്റ്സ്. അത് എന്താ? ഇൻവിസിബിൾ ഹാൻഡ് അല്ലേ?
അതാണെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? കേട്ടോ, ഇതിന് ഇൻവിസിബിൾ ഹാൻഡ് എന്ന് ആര് പറഞ്ഞത്? ആദം സ്മിത്ത് പറഞ്ഞത് കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കിക്കോണേ. Which of the following is a key concept of Keynesian economics? Keynesian economics ന്റെ key concept എന്താണ്? laissez-faire, invisible hand, government intervention, Say's law. എന്താ പറയുന്നേ? ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് എല്ലാവരും പറയുന്നത്? ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ്. സെയ്സ് ലോ ആണോ ഗവൺമെന്റ്? അതായത് ഇനി ഇൻവിസിബിൾ ഹാൻഡ് ആണോ laissez-faire ആണോ? ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ അന്നേരം ആരുടെയാണ്? ബാക്കി എല്ലാം ആരുടെ ഐഡിയാസ് ആണ്? ക്ലാസിക്കൽ എക്കണോമിക്സിന്റെ ഐഡിയാസ് ആണ്. laissez-faire ആണെങ്കിലും ഇൻവിസിബിൾ ഹാൻഡ് ആണെങ്കിലും സെയ്സ് ലോ ആണെങ്കിലും പറയുന്നത് എന്താണ്? ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളാണ് പറയുന്നത്. laissez-fareന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഗവൺമെന്റ്. അതായത് ഇക്കോണമിയില് ഗവൺമെന്റ് ഇടപെടണോ? അതായത് പ്രൈസ്, സാധനങ്ങളുടെ വില നിയന്ത്രിക്കാൻ ഗവൺമെന്റ് ഇടപെടണോ? ഇപ്പൊ നമ്മുടെയൊക്കെ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താ, ഇപ്പൊ നമ്മള് അധികം വിലക്കയറ്റത്തെ പറ്റി സംസാരിക്കുന്നില്ല അല്ലെ? വിലക്കയറ്റത്തെ പറ്റി അതിലും വലിയ സീരിയസ് ആയിട്ട് കാര്യങ്ങള് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അല്ലെ? കുട്ടികളുടെ ഇടയിലൊക്കെ വലിയ രീതിയിൽ ഡ്രഗ്സും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ എവിടെ ഗവൺമെന്റ് ഇടപെടണം എന്ന് പറയുന്നത്? കുട്ടികളുടെ കാര്യത്തിൽ ഗവൺമെന്റ് ഇടപെടണം, അല്ലെങ്കിൽ ഡ്രഗ്സ് കുട്ടികളിലേക്ക് എത്തുന്നത് തടയാൻ വേണ്ടി ഗവൺമെന്റ് ഇടപെടണം എന്നൊക്കെയാണ് പറയുക. ഓക്കെ, അതേപോലെ സാധനങ്ങളുടെ വില കൂടുമ്പോൾ ഗവൺമെന്റ് ഇടപെടണോ? ഇതായിരുന്നു കൺസേൺ. ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ പറയുന്നു വേണ്ട, ഗവൺമെന്റ് ഇടപെടണ്ട. സാധനങ്ങളുടെ വില കൂടുന്നത് സാധനങ്ങൾക്ക് ഷോർട്ടേജ് ഉള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ എന്താണ് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ആളുകളുടെ കേപ്പബിലിറ്റി കുറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ അവർ പണിയെടുക്കാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ അവര് ഇപ്പൊ സാധനങ്ങളുടെ വില കൂടിയാൽ ആളുകൾ എന്ത് ചെയ്യും? ആളുകൾക്ക് അത് ആവശ്യമുണ്ട്, അവർ പോയി ജോലി ചെയ്യും. ആദ്യം അവർ പോയി ജോലി ചെയ്ത് സമ്പാദിച്ച് ആ സമ്പാദ്യം ഉപയോഗിച്ച് എന്ത് ചെയ്യും? സാധനങ്ങൾ വാങ്ങിക്കും. അതിനെയാണ് laissez-faire. അതുകൊണ്ട് ഗവൺമെന്റ് അനാവശ്യമായിട്ട് എക്കോണമിയിൽ ഇടപെടണ്ട. പക്ഷെ കെയ്ൻസ് പറയുന്നത് എന്താ? ഗവൺമെന്റ് ഇടപെടണം. എക്കോണമിയിൽ ഒരു സാമ്പത്തിക പ്രശ്നം വന്ന എക്കോണമിയിൽ ഗവൺമെന്റ് ഇടപെടണം. ആളുകളുടെ കയ്യിൽ പണം ഇല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് പണം കൊടുക്കണം, പണം ഇല്ലാത്തവർക്ക് പണം കൊടുക്കൂ, എന്നിട്ട് അവരെ എന്ത് ചെയ്യൂ? എക്കോണമിന്ന് ഫങ്ഷൻ ചെയ്യിക്കൂ. അവർ ഉറപ്പായിട്ടും പോയി ജോലി ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്താ കെയ്ൻസിന്റെ ഐഡിയാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് കെയ്ൻസിന്റെ ഐഡിയ ഒന്നേ ഉള്ളൂ, ഗവൺമെന്റ് ഇന്റർവെൻഷൻ. അക്കൗണ്ട് ക്ലാസിക്കൽ എക്കണോമിക്സ് വാട്ട് ഇസ് ദ റോൾ ഓഫ് മണി? എന്താ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ പറയുന്നത്? മണി എന്താണ്? ഡിറ്റർമൈൻ ദ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ഇൻഫ്ലുവൻസ് റിയൽ വേരിയബിൾ, സർവ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, കോസ് ഓഫ് ഇൻഫ്ലേഷൻ. ഇതിനകത്ത് ഏതാണ് ക്ലാസിക്കൽ എക്കണോമിക്സ്? മണി, പണം എന്ത് ചെയ്യുമെന്ന ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ പറയുക. പണത്തിന്റെ എന്തിനാണ് പണം? എന്താണ് പണത്തിന്റെ ജോലി? എന്താണ്? ഓക്കെ, ഇതെല്ലാരും പറയുന്നത് പണത്തിന്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്? മീഡിയം ഓഫ് എക്സ്ചേഞ്ച് എന്നാ പറയുന്നത്. സർവ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പം ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ പറയുന്നത് പണം ഓർ മണി serves as a medium of exchange എന്നാണ് പറയുന്നത്. Which of the following is a criticism of classical economics? ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ പ്രശ്നം ഏതാണ്? അവരെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോയിന്റ് ഏതാണ്? ഇറ്റ് ഇഗ്നോർസ് ദ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ദ എക്കോണമി. അതായത് അവര് എക്കോണമിയിലുള്ള ഗവൺമെന്റിന്റെ റോളിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇറ്റ് പ്ലേസസ് ടു മച്ച് എംഫസൈസ് ഓൺ അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇറ്റ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ഗ്രേറ്റ് ഡിപ്രഷൻ. അത് ഗ്രേറ്റ് ഡിപ്രഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് സി, it ignores role of government in the economy and it fails to explain Great Depression. എയും സിയും ആണോ എന്ന്. ഇതിനകത്ത് എത്ര? 1, 2, 3, 4 പേര് ഓപ്ഷൻ ഡി ആ പറയുന്നത്. വേറെ ആർക്കെങ്കിലും ആൻസർ പറയുന്നുണ്ടോ? ഈ ആൻസർ പറയുന്നവർ മാത്രമേ സ്ഥിരമായിട്ട് ഉത്തരം പറയുന്നുള്ളൂ, വേറെ ആരും ഉത്തരം പറയുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ആൻസർ പറയൂ, ആൻസർ പറഞ്ഞ് തെറ്റിക്കൂ. തെറ്റിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? പലപ്പോഴും കാര്യങ്ങൾ പഠിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം? ഉത്തരം പറയണം. എല്ലാവരും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് പി ആൻഡ് എ ആൻഡ് ബി ആണ്. ഓക്കെ,
അതായത് നമ്മൾ ഗ്രേറ്റ് ഡിപ്രഷൻ എന്താണെന്ന് 1929-30 കാലഘട്ടങ്ങളില് അമേരിക്കയും ലോക രാജ്യങ്ങള്, അതായത് യൂറോപ്പും പോലുള്ള സ്ഥലങ്ങളില് വലിയ രീതിയിൽ ആളുകള് എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്കുകൾ പൊട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്, എക്കോണമിയിൽ സാധനങ്ങൾ ഇങ്ങനെ കുഞ്ഞുകൂടുന്നു, ആർക്കും എന്താ സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റുന്നില്ല, ആർക്കും ധൈര്യമില്ല, ബാങ്കിൽ കൊണ്ട് പണം നിക്ഷേപിക്കും ധൈര്യമില്ലാത്ത സാഹചര്യമായിരുന്നു ഗ്രേറ്റ് ഡിപ്രഷൻ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾക്കൊന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല. അതാണ് പറയുന്നത് ദ ഗ്രേറ്റ് ഡിപ്രഷൻ, ദ ക്ലാസിക്കൽ എക്കണോമിക്സ് ഫെയിൽസ് ടു എക്സ്പ്ലെയിൻ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഇഗ്നോർസ് ദ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ദ എക്കോണമി. അതായത് എക്കോണമിയിലെ ഗവൺമെന്റിന്റെ റോള്, ഗവൺമെന്റ് എക്കോണമിയിൽ ഇടപെടണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് വേണ്ട എന്നായിരുന്നു. ഓക്കെ, ആര് ക്ലാസിക്കൽ എക്കണോമിക്സ്. പക്ഷേ 1930 കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായത് ഇക്കോണമിയിൽ ഗവൺമെന്റ് ഇടപെടണം, എന്നിരുന്നാൽ മാത്രമേ ഇക്കോണമി നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. ഗവൺമെന്റ് ഇടപെടേണ്ട സ്ഥലത്ത് ഗവൺമെന്റ് ഇടപെടണം. ഓക്കെ, അപ്പൊ നമ്മള് മുരളി തൊമ്മുരുകുടി എന്ന് പറയുന്ന ഒരാളുണ്ട് അല്ലെ, എല്ലാ കാര്യത്തിലും അത്യാവശ്യം നല്ല കാര്യങ്ങളിലെല്ലാം അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോ ചില കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളൊക്കെ UN-ഉമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്ന റിയാലിറ്റിയിൽ വന്നിട്ടുമുണ്ട്. ഓക്കെ, കുറച്ചും കൂടെ ലോജിക് സെൻസസ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ മുരളി തൊമ്മിനുകൂടി കഴിഞ്ഞ ദിവസം നമ്മളുടെ ഈ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഒക്കെ ന്യൂസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്. അപ്പൊ അദ്ദേഹം പറയുന്നത് നമ്മളിപ്പോ നിലവിലുള്ള സിറ്റുവേഷൻ എങ്ങനെയാണ്, അധ്യാപകർക്ക് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന അധ്യാപകർക്ക് കുട്ടികളെ തല്ലരുത്, ഓക്കെ, കാരണം കുട്ടികൾക്ക് ബീറ്റ് ചെയ്യരുത്, അല്ലെ ഒരു പണിഷ് ചെയ്യുന്ന ഒരു സിസ്റ്റം വേണ്ട, മറിച്ച് എന്ത് ചെയ്യുക, അല്ലാത്ത ഉള്ള ഒരു സിസ്റ്റം മതി എന്നല്ലേ നമ്മൾ പറയുക. ഓക്കെ, പക്ഷേ പുള്ളി തമ്മിലുകൂടി പറയുന്ന അധ്യാപകർക്ക് വടി തിരിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് വേണം. ഓക്കെ, അത് മാത്രമല്ല നമുക്ക് വീട്ടിൽ നിന്ന് പല കാര്യങ്ങൾ തുടങ്ങണം. ഇത് വളരെ ലോജിക്കുള്ള കാര്യമാണെന്ന് തോന്നുന്നു. പക്ഷെ ആ വടി തിരിച്ചു കൊടുക്കുന്ന കാര്യത്തോട് എനിക്ക് വലിയ അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറെ തല്ലൊക്കെ മേടിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് വലിയ അഭിപ്രായം ഇല്ല കേട്ടോ. കാരണം ഞാൻ സ്കൂളിലൊക്കെ ചിലപ്പോൾ ഞാൻ മിക്കവാറും താമസിച്ചില്ല. ഞങ്ങളുടെ സ്കൂളിൽ 0 പീരീഡ് ഉണ്ട് രാവിലെ 9 മുതലേ. പക്ഷേ ഞാൻ രാവിലെ എഴുന്നേറ്റ് റെഡിയായി പ്രകൃതിക്ക് ആസ്വദിച്ച് സ്കൂളിലേക്ക് എത്തുമ്പോ 9:30 ആവും. അന്നും കിട്ടും, എന്നും തല്ല് കിട്ടുമായിരുന്നു. ഓക്കെ, അങ്ങനെ സ്ഥിരം തല്ല് മേടിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ആ തല്ലിന്റെ വേദനയൊക്കെ നല്ലതായിട്ട് അറിയാവുന്നതുകൊണ്ട് പാവം പിള്ളേരെ തല്ലണോ എന്നൊക്കെ ചോദിച്ചാൽ തല്ലണ്ടെന്നൊക്കെ പറയേണ്ടി വരും. അതെന്റെ മാത്രം പേഴ്സണൽ അഭിപ്രായം. പക്ഷെ ചില കാര്യങ്ങളിൽ താത്വികമായിട്ടുള്ള അവലോകനങ്ങളിലൊക്കെ ഞാൻ ഏർപ്പെടാറില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും താത്വികമായിട്ടുള്ള അവലോകനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ അതൊക്കെ അപ്പൊ പറയാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഡിസിഷനാണ്. ഓക്കെ.